പെട്രോളിൽ എഥനോൾ മിക്സ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ഈ പങ്ക്തിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ അത് രാജ്യവ്യാപകമായിട്ട് ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ലോകത്ത് മറ്റ് രാജ്യങ്ങളിൽ ഇപ്പോൾ ബ്രസീലിൽ എഥനോൾ മിക്സ് ചെയ്യുന്നു എന്ന് പറയുന്നത് കഴിഞ്ഞ 35 വർഷമായിട്ട് അവർ ഡെവലപ്പ് ചെയ്തെടുത്ത ടെക്നോളജിയാണ്. അതനുസരിച്ചിട്ട് ഫ്ലെക്സി ഫ്യൂവൽ എഞ്ചിനുകൾ എല്ലാ വാഹനങ്ങളിലും അവർ ഘടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് എഥനോൾ ബ്ലെൻഡിലേക്ക് വരുന്നത്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് തന്നെ ആദ്യം 10% എഥനോൾ, ഇപ്പോൾ 20% എഥനോൾ, ഇനി ആ എഥനോളിൻ്റെ ശതമാനം കൂട്ടി 25%, 30%, 50% ഒക്കെയായി ഉയർത്താൻ പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ ഭൂരിഭാഗം വാഹനങ്ങളും ഇതിന് എക്വിപ്ഡ് ആയിട്ടുള്ള എഞ്ചിനല്ല ഉള്ളത്. ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ എഥനോൾ ബ്ലെൻഡിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. എഥനോൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ ഇപ്പോൾ മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ കർണാടകയിലും അതുപോലെ ഡൽഹിയിലുമാണ്, UP-യിലും ഒക്കെ ആണ് നിലവിൽ ഉള്ളത്. ഇതിൽ മഹാരാഷ്ട്രയിലെ പ്ലാന്റുകൾ 2 പ്ലാന്റുകൾ കേന്ദ്ര ഉപരിതല വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ മക്കളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ മുന്നൊരുക്കങ്ങളൊന്നുമില്ലാതെ ഈ എഥനോൾ ബ്ലെൻഡ് ചെയ്യുന്നതിലൂടെ 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, 2023 മുമ്പ് എഥനോൾ കോമ്പാറ്റബിൾ അല്ലാത്ത ഈ എഞ്ചിനുകൾക്കെല്ലാം തന്നെ സാരമായ തകരാറുകൾ സംഭവിക്കും. പിന്നെ എഥനോൾ ബ്ലെൻഡ് ചെയ്യുന്നതോടുകൂടി തന്നെ വാഹനങ്ങളുടെ മൈലേജും ഗണ്യമായ തോതിൽ കുറയുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എഥനോൾ 1 ലിറ്റർ നിർമ്മിക്കാനായിട്ട് കരിമ്പിൽ നിന്നാണെന്നുണ്ടെങ്കിൽ 3500 ലിറ്റർ വെള്ളവും, അത് അരിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം 10000 ലിറ്റർ വെള്ളവുമാണ് മൊത്തത്തിൽ ചിലവാകുന്നത്. പിന്നെ ഇപ്പോൾ സിവിൽ സപ്ലൈസിൻ്റെ ഒക്കെ കയ്യിലുള്ള, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കേന്ദ്രത്തിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകാനുള്ള ഈ അരിയിൽ നിന്നാണ് ഇപ്പോൾ എഥനോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അലോട്ട് ചെയ്യുന്നത്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കൈവശമുള്ള സ്റ്റോക്കായിട്ടുള്ള ഭക്ഷ്യസാമഗ്രികൾ അത് ഫുഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് റേഷൻ വഴി വിതരണം ചെയ്യാനുള്ളതാണ്. ഈ അരി എടുത്തിട്ടാണ് ഇപ്പോൾ എഥനോൾ നിർമ്മിക്കാനായിട്ട് കമ്പനികൾക്ക് നൽകുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഈ വലിയൊരു വിഷയമായി തീരും. പിന്നെ ഇത്രയധികം ജലം ഉപയോഗിച്ചുകൊണ്ട് എഥനോൾ നിർമ്മിക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഡിസ്റ്റിലറികളുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ അത് ഉപയോഗിക്കുന്ന വലിയ തോതിലുള്ള ജലമാണ്. ഈ ജലം മുഴുവൻ ഭൂഗർഭജലത്തിൽ നിന്ന് ഊറ്റിയെടുക്കുന്നതോടുകൂടി തന്നെ ഇപ്പോൾ നമുക്ക് പ്ലാച്ച് പണിയിലൊക്കെ നടന്ന സമരങ്ങൾ നമുക്കറിയാം. കാരണം അവിടെ മുഴുവൻ ഭൂഗർഭജലം ഇല്ലാതാവുന്ന സംവിധാനമാണ് ഉണ്ടായത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലും കൃഷിക്കാവശ്യമായിട്ടുള്ള ജലം ആണ് എടുത്തിട്ട് ഈ എഥനോൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ക്രോപ്പ് ഉണ്ടാക്കുന്നതിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അരിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ 10000 ലിറ്ററും കരിമ്പിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 3500 ലിറ്ററും ശുദ്ധജലമാണ് ഇതിനു വേണ്ടിയിട്ട് വേണ്ടി വരുന്നത്. ഇത്തരത്തിലൊക്കെ വളരെയധികം അധ്വാനിച്ചുകൊണ്ട് ഈ എഥനോൾ നിർമ്മിക്കുന്നതിലൂടെ രാജ്യത്തിന് അത്ര വലിയ ലാഭം ഉണ്ടാവുന്നുണ്ടോ? കാരണം എഥനോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ മൈലേജ് 5 മുതൽ 10% വരെ കുറയുന്നു എന്നാണ്. അപ്പോൾ 5 മുതൽ 10% കുറയുമ്പോൾ അത്രയും കൂടുതൽ ഇന്ധനം ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ 100% പെട്രോളിൽ ഓടുന്ന ഒരു വണ്ടി അതിൻ്റെ എഥനോൾ കലർത്തി കഴിയുമ്പോൾ അതിൻ്റെ മൈലേജ് വീണ്ടും കുറയുകയാണ്. അപ്പോൾ ഈ കുറയുന്ന മൈലേജും നമ്മൾ ഈ കൂട്ടിച്ചേർക്കുന്ന എഥനോളും തമ്മിൽ ഏതാണ് ലാഭം എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ 2 രീതിയിലാണ്. ഒന്ന്, ഈ എഥനോൾ കലർത്തുന്നതുകൊണ്ട് ഉണ്ടാവുന്ന ലാഭം ഏതിൽ പോകുന്നു? ഈ മൈലേജ് കുറവിലില്ലാതാവുന്നു. അതൊന്ന്. രണ്ടാമതായിട്ട് ഈ വാഹനങ്ങൾക്ക് എഥനോൾ കോമ്പാറ്റബിൾ അല്ലാത്ത എഞ്ചിനുകളായതിനാൽ അതിന് സംഭവിക്കുന്ന റിപ്പയറുകൾ മറ്റൊരു രീതിയിൽ. അപ്പോൾ ആകെ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു ലാഭം ഉണ്ടാവുന്നില്ല. ലാഭം ഉണ്ടാവുന്നത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഥനോൾ നിർമ്മിക്കുന്ന കമ്പനികൾക്കാണ്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ 2024 ഒരു 118 കോടി രൂപ ലാഭം ഉണ്ടാക്കിയ കമ്പനിയൊക്കെ 560 കോടി രൂപ ലാഭം ഇപ്പോൾ 2026 ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ കമ്പനികൾക്കാണ് ഈ ലാഭം പോകുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ രാജ്യത്തുള്ള ഈ പഴയ വാഹനങ്ങളെല്ലാം തന്നെ എഥനോൾ ഉപയോഗിക്കുന്നതിലൂടെ തകരാറാവുകയും മൈലേജ് കുറയുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഒരു കാര്യം വ്യക്തമായിട്ട് സർക്കാരിന് ചെയ്യാം. E20 കോമ്പാറ്റബിൾ ആയിട്ടുള്ള വാഹനങ്ങളുണ്ടോ ഒക്കെ
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ E20 ഉള്ള പെട്രോൾ വിതരണം ചെയ്യുന്ന പെട്രോൾ ബങ്കുകൾ ഇപ്പോൾ ഡീസലും പെട്രോളും വിതരണം ചെയ്യുന്ന പോലെ മറ്റൊരു നോസിൽ ഇതിനുകൂടി സംഘടിപ്പിച്ച് ഒരു ടാങ്ക് കൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് കൺസ്യൂമറിന് അത് ഏത് വേണമെന്ന് ചൂസ് ചെയ്യാൻ സാധിക്കും. എഥനോൾ കലർന്ന പെട്രോൾ വേണോ, അല്ല വെറും പെട്രോൾ വേണോ, അല്ല ഡീസൽ വേണോ എന്നൊക്കെ കൺസ്യൂമർക്ക് തീരുമാനിക്കാൻ സാധിക്കും. ഇത് കൺസ്യൂമറുടെ ചിലവിൽ ഈ കമ്പനികൾ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കൺസ്യൂമർക്ക് യാതൊരു തരത്തിലും ഇപ്പോൾ എഥനോൾ മിക്സ് ചെയ്യുന്നതിലുള്ള ബെനിഫിറ്റ് ഒന്നും തന്നെ കൺസ്യൂമർക്ക് നൽകുന്നില്ല. കൂടാതെ കൺസ്യൂമർക്ക് ഈ മൈലേജ് ലോസ് മാത്രമല്ല, കൺസ്യൂമർക്ക് സംഭവിക്കാൻ പോകുന്നത് ഈ വാഹനത്തിലുള്ള തകരാറും കൂടിയാണ്. ഈ രീതിയിൽ വളരെ ധൃതി പിടിച്ചുകൊണ്ട് ഇപ്പോൾ ലോകത്ത് ഇപ്പോൾ ബ്രസീൽ വളരെ മുമ്പ് തന്നെ ഈ എഥനോൾ മിക്സിലേക്ക് വന്നിട്ടുള്ള ആളുകളാണ്. അത് 35 കൊല്ലം മുമ്പാണ്. ലോകത്ത് ഒരു രാജ്യവും ഈ 10-ലധികമുള്ള, അതായത് 10% എഥനോളുള്ള പെട്രോൾ ഉപയോഗിക്കുന്നില്ല. ഇത്തരത്തിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വളരെ കാലത്തെ റിസർച്ചും അതുപോലെ തന്നെ അതിൽ എഞ്ചിനുകളിൽ ആവശ്യമായ മാറ്റവും വരുത്തേണ്ടതാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ആദ്യം 10%, പിന്നീട് 20%, ഇനിയിപ്പോൾ 25-50% 2030 മുമ്പ് എത്തിച്ചേരണമെന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്ന കാര്യം. അത് ഒരിക്കലും ഈ ജനങ്ങളുടെ കൺസ്യൂമേഴ്സിൻ്റെ താല്പര്യത്തിലല്ല, ഇത്തരം എഥനോൾ കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ്.